മൺസൂൺ കാലത്തെ ഇടുക്കി എക്സ്പ്ലോറിന്റെ തേർഡ് പാർട്ടാണിത്. ഇതിന്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവർ ഒന്ന് കാണുക. റിപ്പിൾ വാട്ടർഫാൾസ് കണ്ട് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പൊന്മുടി ഡാമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു വേറെ റിപ്പിൾ വാട്ടർഫാൾസിന്റെ താഴെ ഒരു ലൊക്കേഷൻ ഉണ്ട്. അവിടെ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ കാണിച്ചു. ഇതാണ് സ്ഥലം. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല. ഇതൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ശരിക്ക് ഇത് റിപ്പിൾ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ ഒരു സെക്ഷൻ, അതിൻ്റെ മേലെ ഒരു സെക്ഷൻ, താഴെ ഒരു സെക്ഷൻ, അങ്ങനെ 3 സെക്ഷനായിട്ട് വരുന്നത്. നമ്മൾ ആദ്യം പോയത് മേലത്തെ സെക്ഷനാണ്. ഓക്കെ, പിന്നെ 2 സെക്ഷനായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള സെക്ഷനാണ് ടൂറിസ്റ്റ് കേന്ദ്രം പോലെ എല്ലാവരും ഇറങ്ങുന്നതൊക്കെ. അപ്പോൾ താഴെ ഇതെല്ലാം റിസോർട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. അതിൻ്റെ താഴെ ഇതെന്താ ഗുഹയാന്ന് തോന്നുന്നല്ലേ, അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഇവിടെ എന്തൊക്കെയോ ഒരു ശില്പം പോലത്തെ സാധനങ്ങളൊക്കെ. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ, അത് അങ്ങോട്ടുള്ള വഴിയൊക്കെയാണല്ലോ. ഇവിടെ നിന്ന് ആൾക്കാരൊന്നുമില്ല, ഇത് ക്ലോസ് ചെയ്തിട്ടേക്കൊന്നും. ഇങ്ങോട്ടൊന്നും അധികം ആൾക്കാരൊന്നും വരുന്നില്ല. നമ്മൾ ആദ്യം കയറിയ മേലുള്ളിടത്ത് മാത്രമേ ആൾക്കാരെ കണ്ടുള്ളൂ കേട്ടോ. ഈ കുട എനിക്ക് ആസ്റ്ററിൽ നിന്ന് കിട്ടിയ കേട്ടോ. ആസ്റ്ററിലെ സ്റ്റാഫുകൾക്കെല്ലാം ഫ്രീ കിട്ടിയ സാധനം ഇത്. നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ആട് 2 ഷൂട്ട് ചെയ്ത കേട്ടോ. ആട് 2-ൻ്റെ അകത്ത് ശശിയേഷനല്ലേ, ഓക്കെ, അത് ഇവിടെയാണ്, ഈ ഒരു കടയിലാണ്. ഇവിടെ സെറ്റ് ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് തൂക്കുപാലത്തെ കാണാം. മേലേക്ക് പോവുകയാണെങ്കിൽ ഡാമിൻ്റെ അങ്ങോട്ട് കയറാം. ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ പൊളിച്ചിട്ട് എനിക്കൊന്ന് വീതി കൂട്ടും. അപ്പോൾ പുതിയ പാലം ഉണ്ടാക്കുന്നതെല്ലാം തോന്നടാ. മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കും. ഇതിലെ വണ്ടി കൊണ്ടുപോകുന്നതായിരുന്നു. ഇപ്പോൾ അവരവിടെ ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷട്ടർ തുറക്കുമ്പോൾ ഇതിലെയാണ് വെള്ളം പോകുന്ന സ്ഥലം. അതാണ് പൊന്മുടി ഡാം. നമ്മൾ ഇനി അങ്ങോട്ട് പോയി അതിൻ്റെ മേലെ കൂടെ വണ്ടി ഓടിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഡാമാണിത്. ഈ ഇത് കണ്ടോ, ഫുള്ള് പാറയൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ അല്ല നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത്. ഇതിൽ പോകുന്നത് ഇതിൻ്റെ മേലെ കൂടെ അല്ലേ. ഇതിൽ വഴിയുണ്ട് കേട്ടോ മേലെ കൂടെ. ആട് 2-ൻ്റെ കുറേ പോർഷൻ ഇവിടെ ഷൂട്ട് ചെയ്താൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം വീഡിയോസൊക്കെ. അപ്പം അതിൻ്റെ അകത്ത് മറ്റേ ഒരു വാനം കൊണ്ട് പോകുന്ന ഇതിൻ്റെ മണ്ടയിൽ കൂടെയാണ്. അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. അടിപൊളിയാണ്. ഫോഗ് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ നോക്കിയാൽ നല്ല ആഴ്ചയാണ്. ഇവിടുന്ന് താഴോട്ട് ഇപ്പോഴേക്ക് പാറയുടെ മണ്ടയിൽ കൂടെയൊക്കെ പുല്ല് കിടക്കുന്നത്. ഒക്കെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. മഴയായിട്ടാണോ അതിവിടെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ടൊന്നും തോന്നുന്നത്. ആൾക്കാരൊന്നും ഇങ്ങോട്ടൊന്നും വരുന്നില്ല. വഴികളെല്ലാം അടിപൊളിയാണ്. എനിക്കൊന്ന് ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. മഴക്കാലത്ത് വന്നാൽ ഇങ്ങനെ ഫോഗ് കിട്ടുള്ളൂ കേട്ടോ. ഫോഗ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് വരണം. മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം അധികം ആൾക്കാരൊന്നുമില്ല. കാരണം ഇവിടെ എല്ലാ ജീപ്പുകളും വരുന്ന ഒരു സ്പോട്ടാണിത്. ഇതിലേ വന്നിട്ട് നമുക്ക് ഈ നമ്മൾ നടന്ന പാലത്തേക്കൂടെ അപ്പുറത്തേക്ക് വണ്ടികൾ പോകുന്നതാണ്. അങ്ങനെയാണ് സാധാരണ റൂട്ട്. ഇപ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് കടത്തിവിടാത്തതുകൊണ്ടൊന്നും ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഇതാണ് സാധനം. ഇതൊക്കെ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയതായിരിക്കും. വീടൊക്കെ ചെയ്ത് വെച്ചൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ പൂ കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതാണ് ഇപ്പോൾ പറഞ്ഞില്ല, ജീപ്പ് സഫാരിക്ക് ആൾക്കാരെ കൊണ്ടൊന്നും ഇവിടെ ചാടിക്കുന്നുണ്ട്. കുറേ പേരിങ്ങനെ വന്നിട്ട്. നല്ല റൂട്ടാണ്. ഇപ്പോഴല്ലേ വണ്ടികൾ വരുന്നത്. നമ്മൾ ആദ്യം വന്നപ്പോൾ അവിടെ ആൾക്കാരൊന്നും. ഇപ്പോഴാണ് വണ്ടികൾ വന്നത്. ഇപ്പോൾ ജീപ്പ് സഫാരിയിലുള്ള ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. പൊന്മുടി ഡാമിന്റെ അവിടെ നല്ല തിരക്ക്. ഇവിടെ അല്ലേ മറ്റേ ഇത് ശശിയാശൻ, ആടിലെ ശശിയാശന്റെ പ്രസംഗം വരുന്നു. ജീപ്പ് സഫാരി തുടങ്ങി. ഇവിടെയാണ് ആട് 2-ൻ്റെ ആ വാൻ പോകുന്നൊരു സീൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് ലൊക്കേഷൻ വരുന്നത്. മേലെന്ന് വെള്ളം, പാറയിൽ കൂടെ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട്. അടിപൊളിയാണ്. കറക്റ്റ് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളല്ലേ. അങ്ങനെ നമ്മൾ പൊന്മുടി ഡാമിൻ്റെ മേലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ കണ്ടോ വണ്ടികൾ വരുന്നുണ്ട്. നമുക്കിങ്ങനെ പോകാൻ പറ്റും പൊന്മുടി ഡാം. താഴെ പെൻ സ്റ്റോക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെ മേലേക്ക് വഴിയുണ്ടല്ലോ, അതിൽ പോകാൻ പറ്റൂടാ? അതിൽ വഴിയാണോ? ഡാമിൻ്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങാം. അതിൽ കയറ്റി വിടുന്നതാണോ? ഇതാണ് നമ്മൾ കയറി വന്ന വഴി. അപ്പോൾ ഇനി ഡാമിൻ്റെ മേലെ കൂടെ അടുത്ത സ്പോട്ടിലേക്ക്. ഈ ഷട്ടർ തുറക്കുന്ന അപ്പുറത്തെ സെക്ഷൻ കേട്ടോ. അവിടെയാണ് ഷട്ടർ തുറക്കുന്നത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഷട്ടർ തുറക്കുന്ന അപ്പുറത്ത്. ഇതാട്ടോ ഡാം വരുന്നത്. അത്യാവശ്യം വെള്ളമായോടാ. ഇതിൻ്റെ മേലെ ഇനി വെള്ളം കയറുന്നതാണോ? വെള്ളം വരുന്നതല്ലേ? ഓക്കെ, വെള്ളം മഴക്കാലം ആയി വരുന്നതല്ലേ ഉള്ളൂ. അതെയോ? അതിലെല്ലാം വെള്ളം കയറുന്നതാണ്. ഇതൊക്കെ ആൾക്കാരെല്ലാം. ഈ കാണുന്ന സെക്ഷനാണ് നമ്മുടെ ഷട്ടർ പൊക്കുന്നതിന് താത്തുന്നതിൻ്റെ സെക്ഷൻ വരുന്നത്. ഇവിടെ തോണി ബോട്ട് സഫാരി ഒക്കെ ഉണ്ടോടാ? ഇപ്പോൾ ഇല്ല അല്ലേ? തന്നെ ഉല്ലാസയാത്രേൻ്റെ ബസ്സാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൂറിസത്തിൻ്റെ എന്തൊക്കെ സെറ്റപ്പാണ്. പാർക്കും കാര്യങ്ങളൊക്കെ പോലെയുള്ളതാണ്. അവിടെ ബസ് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇതൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറണം.
ഇല്ലില്ല. ഇതിന് മേലെ ഇതിപ്പം തീരെ വെള്ളം കുറവാട്ടോ. ഷട്ടറിൻ്റെ അവിടെ പോലും വെള്ളം എത്തിയിട്ടില്ല. കിടില വണ്ടികളാട്ടോ ഇവന്മാരിങ്ങനെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എല്ലാം വണ്ടിയെല്ലാം നല്ല മോഡിഫൈ ചെയ്ത്. ഇതൊന്നും പോലീസ് പിടിക്കില്ലടാ. ഇവിടെ നോക്കിയേ, മലയുടെ മണ്ടയിലൊക്കെ ഫോഗ് കയറി കിടക്കുന്നത്. എന്ത് രസം അത്. ഒരു ചേട്ടൻ അവിടെ മീനെ പിടിക്കുന്നുണ്ടല്ലോ. അവിടെ എന്തോ ബോട്ട് സഫാരീൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. ഫോഗ് കാണണമെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം. വേനൽക്കാലത്ത് വന്നിട്ട് ഈ സമയത്ത്, വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ തണുപ്പായിരിക്കും, പക്ഷെ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് മുടിഞ്ഞ ചൂടായിരിക്കും. പാലത്തെ കൂടെ ചുവന്ന ജീപ്പ് വരുന്നത് നോക്കി, എന്ത് രസം അത്. ആ ചുവന്ന ജീപ്പും ഇവിടുന്ന് ഒരു ചുവന്ന കാറും, അടിപൊളി വ്യൂ. നല്ല രസം കേട്ടോ. ഇങ്ങനെ റെയർ കേട്ടോ ഈ ഡാമിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ ഓടിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഏതെങ്കിലും ഡാമുകളുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അറിവിൽ എനിക്ക് അറിയത്തില്ല. ഇടുക്കി ഡാമിൻ്റെ മണ്ടയിൽ കൂടെ വണ്ടി സീസണിലാണ് കണ്ടേ, എപ്പോഴും ഇങ്ങനെ വിടില്ല, വല്ലപ്പോഴും വിടുമെന്ന് തോന്നുന്നു. അതിൽ കയറാമെന്നൊരു സജഷൻ, അങ്ങനെ കയറുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, വാട്ടർ റൈഡ്, ചിൽഡ്രൻസ് പാർക്ക്, പാർക്കിങ്, ക്യാൻറ്റീന്, ഫ്രഷപ്പ് റൂംസ്. ഓക്കെ, അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. ടിക്കറ്റ് കൗണ്ടറിൽ ആളില്ല, അതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് എൻട്രൻസ് കിട്ടി. എന്തായാലും പദ്ധതി മുതലായി. ഇതെന്ത് സാധനം? ആലുമരം. അതിൻ്റെ വേര് എനിക്ക് വേര് 2 മരത്തിൻ്റെ വീതിയുണ്ട് അതിന്. എടാ ഇത് മറ്റേ സാധനം. ഇത് നമ്മൾ ഇരുന്നിട്ട് വലിച്ചു പൊക്കി വിടുന്ന ഊഞ്ഞാല് പോലത്തെ സാധനം. ആ തേക്കിൻ്റെ മണ്ടല്ലേ വ്യൂ പോയിന്റിലേക്ക് കയറാം. ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ലല്ലോടാ. ഞാൻ ഡാമിൻ്റെ ഒരു വ്യൂ അത്രേ ഉള്ളൂ. എല്ലാവരും ഓട്ടത്തിൻ്റെ അടിയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആരും ഓട്ടത്തെ കയറുന്നത് കാണുന്നില്ലോടെ. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇമാരെ നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ മെയിൻ്റെനൻസ് കുറവാന്ന് തോന്നുന്നു. കാടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ടോ? സിപ്പ് ലൈൻ ഉണ്ട്. ഇതുണ്ടോ? ഇവിടുന്ന് ആ കാണുന്ന സ്പോട്ടിലേക്ക് സിപ്പ് ലൈൻ ഉണ്ട്. ഒരു ചെടി ഉണ്ടല്ലോ, ഈ വേനൽക്കാലത്ത് ഇതിൽ കുറേ ബട്ടർഫ്ലൈസ് വരുന്നു. ഈ ചെടീൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി സാധനം. കുറേ പൂമ്പാറ്റനെ അട്രാക്ട് ചെയ്യുന്നൊരു പൂവാട്ടോ ഇത്. കൊള്ളാം. ഇത് ക്യാൻറ്റീനാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കി ഇട്ടേക്കും കേട്ടോ. ഊഞ്ഞാല ഇടുന്നുണ്ട്. ആൽമരത്തിൽ ഊഞ്ഞാലൊക്കെ കിട്ടി. സെറ്റാണ്. പ്രായപരിധി ഒന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ആടാം. അങ്ങനെ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി അടുത്ത വീഡിയോ ബാക്കി ഇടുക്കി കാഴ്ചകൾ കാണാം.